1500 മുതൽ 16 വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരനാണ് ബർബോസ. 1500 മുതൽ 16 വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരനാണ് ബർബോസ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ചെങ്കടലിലെയും ആരുടെ വ്യാപാര കുത്തക തകർക്കുന്നതിനുള്ള ആസൂത്രണ ആക്രമണങ്ങൾക്കാണ് അൽമേഡ നേതൃത്വം നൽകിയത്? അറബികളുടെ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ചെങ്കടലിലെയും ആരുടെ വ്യാപാര കുത്തക തകർക്കുന്നതിനുള്ള ആസൂത്രിത ആക്രമണങ്ങൾക്കാണ് അൽമേഡ നേതൃത്വം നൽകിയത്? അറബികളുടെ. തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സതി നിരോധിച്ച് പോർച്ചുഗീസ് ഗവർണറാണ് അൽബുക്കർക്ക്. തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് ഗവർണറാണ് അൽബുക്കർക്ക്. ഏത് രാജവംശത്തിൻ്റെ പതനമാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിക്കുന്നതിനുള്ള കാരണങ്ങളിലൊന്നായത്? വിജയനഗര സാമ്രാജ്യം. ഉദയംപേരൂർ സൂനകദോസിലെ തീരുമാനങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് യാക്കോബ് കത്തനാരാണ്. ഉദയംപേരൂർ സൂനകദോസിലെ തീരുമാനങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് യാക്കോബ് കത്തനാരാണ്. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് ജനത ഡച്ചുകാരാണ്. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരത്തിൻ്റെ മധ്യത്തിലായുള്ള ക്ഷേത്രമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരത്തിൻ്റെ മധ്യത്തിലായുള്ള ക്ഷേത്രമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. കുളച്ചൽ യുദ്ധത്തിൽ ഡിലനോയ്ക്കൊപ്പം കീഴടങ്ങിയത് ഏത് വ്യക്തിയാണ് പിൽക്കാലത്ത് കോട്ട നിർമ്മാണത്തിന് മാർത്താണ്ഡവർമ്മയ്ക്കായി സേവനം നൽകിയത്? ഡോനാഡി. കുളച്ചൽ യുദ്ധത്തിൽ ഡിലനോയ്ക്കൊപ്പം കീഴടങ്ങിയ ഏത് വ്യക്തിയാണ് പിൽക്കാലത്ത് കോട്ട നിർമ്മാണത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്കായിട്ട് സേവനമനുഷ്ഠിച്ചതെന്ന് വെച്ചാൽ ഡോനാഡി. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ച വിദേശികൾ ആരൊക്കെയാണ്? ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലും. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ച വിദേശികളാണ് ജെയിംസ് ഡാറ, ഹെൻറി സ്മെയിൽ. മലബാറിലെ മാപ്പിള കലാപകാലത്ത് ബ്രിട്ടീഷ് ട്രൂപ്പുകളെ ശക്തിപ്പെടുത്തണം എന്ന ആവശ്യം മേലധികാരികളോട് ഉന്നയിച്ച മലബാർ കളക്ടറാണ് E.F. തോമസ്. മലബാറിലെ മാപ്പിള കലാപകാലത്ത് ബ്രിട്ടീഷ് ട്രൂപ്പുകളെ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യം മേലധികാരികളോട് ഉന്നയിച്ച മലബാർ കളക്ടറാണ് E.F. തോമസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമൻ. കൽക്കട്ടയിൽ 1817 ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ഡേവിഡ് ഹാരയാണ്. കൊൽക്കട്ടയിൽ 1817 ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ഡേവിഡ് ഹാരെ. സത്യാർത്ഥ പ്രകാശത്തിൻ്റെ കർത്താവ് ദയാനന്ദ സരസ്വതി. സത്യാർത്ഥ പ്രകാശത്തിൻ്റെ കർത്താവ് ദയാനന്ദ സരസ്വതി. ടിപ്പു സുൽത്താൻ്റെ യഥാർത്ഥ പേരാണ് ഫത്തേഹ് അലി. ടിപ്പു സുൽത്താൻ്റെ യഥാർത്ഥ പേര് ഫത്തേഹ് അലി. മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം 1907 നടന്നത് എവിടെ വെച്ചാണ്? കറാച്ചിയിൽ. മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം 1907 നടന്നത് എവിടെ വെച്ചാണ്? കറാച്ചി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായിരുന്നു ചർക്ക. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായിരുന്നു ചർക്ക. മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യ വിഭജനം പ്രമേയമായ മേക്കേ ധാക്കധാര എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഋത്വിക് ഘട്ടക്. ഇന്ത്യൻ വിഭജന പ്രമേയമായ മേക്കേ ധാക്കധാര എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഋത്വിക് ഘട്ടക്. മഹത്തായ വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവർട്ട്. മഹത്തായ വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവർട്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോമൺ സെൻസ് എന്ന പേരിൽ ലഘുലേഖ എഴുതിയ ചിന്തകനാണ് തോമസ് പെയിന്. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോമൺ സെൻസ് എന്ന ലഘുരേഖ എഴുതിയത് തോമസ് പെയിനാണ്. സൺ കിങ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. സൺ കിങ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14 എവിടെ വെച്ചാണ് 1821 നെപ്പോളിയൻ അന്ത്യശ്വാസം വലിച്ചത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെൻറ്റ് ഹെലന ദ്വീപിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ് 1821 നെപ്പോളിയൻ അന്ത്യശ്വാസം വലിച്ചത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെൻറ്റ് ഹെലന ദ്വീപിൽ. ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കുന്നത് സോവിയറ്റ് യൂണിയനെയാണ്. ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സോവിയറ്റ് യൂണിയനെയാണ്. റഷ്യയിലെ ഭൂരഹിതരായ സീസണൽ കർഷക തൊഴിലാളികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ബത്രക്. റഷ്യയിലെ ഭൂരഹിതരായ സീസണൽ കർഷക തൊഴിലാളികൾ അറിയപ്പെട്ടിരുന്ന പേര് ബത്രക്. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ, മിൻ,
ചൂയി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സൺ യാത് സെൻ. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ, മിൻ, ച്യൂയി നടപ്പാക്കിയ ഭരണാധികാരി സൺ യാത് സെൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. 1943 ഒക്ടോബർ 4 അമേരിക്കൻ ഐക്യനാടുകൾ, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് തയ്യാറാക്കിയ പ്രഖ്യാപനമാണ് മോസ്കോ പ്രഖ്യാപനം. ജോയിൻ്റ് ഫോർ നേഷൻ ഡിക്ലറേഷൻ എന്നും അറിയപ്പെടുന്നു. 1943 ഒക്ടോബർ 4 അമേരിക്കൻ ഐക്യനാടുകൾ, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് തയ്യാറാക്കിയ പ്രഖ്യാപനമാണ് മോസ്കോ പ്രഖ്യാപനം. UN-ൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഒളിവർ ലിങ്കൺ ലെൻഗ്വിസ്റ്റാണ്. UN ലോഗോ രൂപകൽപ്പന ചെയ്തത് ഒളിവർ ലിങ്കൺ ലെൻഗ്വിസ്റ്റ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഗ്രീക്ക് തത്വചിന്തകനാര്? തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഗ്രീക്ക് തത്വചിന്തകനാര്? തെയിൽസ്. ഭൂവൽക്കത്തിൻ്റെ മുഴുവൻ ഭാഗവും അപ്പർ മാൻറ്റിലിൻ്റെ കുറച്ചു ഭാഗവും ചേർന്ന പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ലിത്തോസ്ഫിയർ. ഭൂവൽക്കത്തിൻ്റെ മുഴുവൻ ഭാഗവും അപ്പർ മാൻറ്റിലിൻ്റെ കുറച്ചു ഭാഗവും ചേർന്ന പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ലിത്തോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് അന്തരീക്ഷവാതകങ്ങളുടെ ഭൂരിഭാഗവും പിണ്ഡവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്? 30 കിലോമീറ്റർ. ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് അന്തരീക്ഷവാതകങ്ങളുടെ ഭൂരിഭാഗവും പിണ്ഡവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്? 30 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ആർദ്രത അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഏറ്റവും കൂടുതൽ ആർദ്രത അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയമരാൻ കാരണം കർഷണം. മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയമരാൻ കാരണം കർഷണം. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ അറിയപ്പെടുന്നു ലെൻറ്റിക്കുലാർ മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ അറിയപ്പെടുന്നു ലെൻറ്റിക്കുലാർ മേഘങ്ങൾ. മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയത് ആര്? ഹിപ്പാലസ്. മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയത് ഹിപ്പാലസ്. ഭൂമധ്യരേഖയിൽ കോറിയാലിസ് ബലം എപ്രകാരമാണ് അനുഭവപ്പെടുന്നത്? ഭൂമധ്യരേഖയിൽ അനുഭവപ്പെടുന്നില്ല. ഭൂമധ്യരേഖയിൽ കോറിയാലിസ് ബലം എപ്രകാരമാണ് അനുഭവപ്പെടുന്നത്? ഭൂമധ്യരേഖയിൽ കോറിയാലിസ് ബലം അനുഭവപ്പെടുന്നില്ല. സഹാറ മരുഭൂമിയിൽ നിന്നും ഐബീരിയൻ ഉപദ്വീപിലേക്ക് വീശുന്ന വരണ്ട സോളാനോ. സഹാറ മരുഭൂമിയിൽ നിന്നും ഐബീരിയൻ ഉപദ്വീപിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണ് സോളാനോ. അരുണാചൽ പ്രദേശിലെ ഏത് സ്ഥലത്താണ് ഇന്ത്യയുടെ കിഴക്കേയറ്റം? കിബുത്തു. അരുണാചൽ പ്രദേശിലെ ഏത് സ്ഥലത്താണ് ഇന്ത്യയുടെ കിഴക്കേയറ്റം? കിബുത്തു. അഞ്ചാവ് ജില്ലയിലാണ്. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് അഗുംബെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ശിവാലിക്. ഗംഗാ സമതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം ശിവാലിക്. കരേവ നിക്ഷേപങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗമാണ് ഹിമാചൽ. അരുണാചൽ പ്രദേശിലെ ഏത് പട്ടണത്തിന് സമീപം വെച്ചാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? സാദിയ. അരുണാചൽ പ്രദേശിലെ ഏത് പട്ടണത്തിന് സമീപം വെച്ചാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? സാദിയ. ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന റിവർ പൈറസി എന്നറിയപ്പെടുന്ന പ്രതിഭാസത്താൽ സവിശേഷമായ ഇന്ത്യൻ നദീ സംവിധാനമാണ് ബ്രഹ്മപുത്ര നദീ സംവിധാനം. ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന റിവർ പൈറസി എന്നറിയപ്പെടുന്ന പ്രതിഭാസത്താൽ സവിശേഷമായ ഇന്ത്യൻ നദീ സംവിധാനമാണ് ബ്രഹ്മപുത്ര നദീ സംവിധാനം. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നദീ സമതലമാണ് ഗംഗാ സമതലം. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നദീ സമതലമാണ് ഗംഗാ സമതലം. തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ അടി വരെ ഉയരമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇടനാട്. പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാറ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പമ്പ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പമ്പ. ഏത് നദിയുടെ തീരത്താണ് അരുവിപ്പുറം ക്ഷേത്രമുള്ളത്? നെയ്യാറ്. ഏത് നദിയുടെ തീരത്താണ് അരുവിപ്പുറം ക്ഷേത്രം? നെയ്യാറ്. ഏത് പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടമുള്ളത്? ചാലിപ്പുഴ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ച ശേഷം ഒന്നോ അതിൽ കൂടുതലോ ആഴ്ചകൾ മഴ ലഭിക്കാതിരിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? മൺസൂൺ ഇടവേള. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ച ശേഷം ഒന്നോ അതിൽ കൂടുതലോ ആഴ്ചകൾ മഴ ലഭിക്കാതിരിക്കുന്നത് അറിയപ്പെടുന്നു മൺസൂൺ ഇടവേള. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിനുള്ളിലാണ്? ഇരവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ഇരവികുളം.
RBIയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നോട്ടുകളുടെ അച്ചടി ആരംഭിച്ച വർഷം 1938. RBIയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നോട്ടുകളുടെ അച്ചടി ആരംഭിച്ച വർഷം 1938. RBI അച്ചടിച്ച ആദ്യത്തെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ആരുടേതായിരുന്നു? ജോർജ് ആറാമൻ രാജാവിൻ്റെയാണ്. RBI അച്ചടിച്ച ആദ്യത്തെ നോട്ടിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രം ആരുടേതായിരുന്നു? ജോർജ് ആറാമൻ രാജാവ്. ഇന്നത്തെ രീതിയിലുള്ള കരുതൽ ധനാനുപാതം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1973. ഇന്നത്തെ രീതിയിലുള്ള കരുതൽ ധനാനുപാതം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1973.